പുതുക്കി. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, മരണം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവവും മാതാവൊക്കെ വന്നിട്ട് പറയണം, മരണമേ ഒന്ന് നീങ്ങി നിൽക്കൂ, ആ കുട്ടി കുറച്ചും കൂടി നാൾ ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് അങ്ങനെ തന്നെ അനുഭവിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയാം. അത്രയും സന്തോഷമാണ് എനിക്കുള്ളത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാം, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സന്തോഷം ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാതാവ് എന്നെ കയ്യിലെടുത്ത് നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ജോലി അപ്പോയിൻമെൻറ്റ് പാസ്സായിട്ടില്ല, 7 വർഷമായി ഞാൻ ജോലിക്ക് പോകുന്നു. അപ്പോൾ അതാണ് ഞാൻ നിയോഗം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് സമയമായിട്ടുണ്ടാവില്ല, ദൈവത്തിൻ്റെ സമയം ഇനിയും എത്തിയിട്ടില്ല, പക്ഷേ എത്തും. ഇവിടെ നിന്ന് ഞാൻ സാക്ഷ്യം പറയും എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുൻപേ തന്നെ എനിക്ക് അതിലും വലിയ ഒരു സാക്ഷ്യവുമായി ഇവിടെ എത്താൻ സാധിച്ചു. ഇന്നലെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും പിക്നിക്ക് പോവുമായിരുന്നു. അപ്പോൾ സാധാരണ 9:15 എനിക്ക് സ്കൂളിൽ പോകേണ്ടത്. അപ്പോൾ ഇന്നലെ 8:15 പോകണം. 8:30 വണ്ടി ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തും. അപ്പോൾ ഇത്തിരി സ്വല്പം ധൃതിയിലായിരുന്നു. എണ്ണയൊക്കെ വെച്ച് കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപാണ് ടെറസിലെ കോഴി ഉണ്ടായിരുന്നു. കോഴിക്ക് തീറ്റ കൊടുത്തിട്ടില്ല എന്ന് ഓർത്തിട്ട് ഞാൻ കോഴിക്കുള്ള തീറ്റയുമായി മുകളിലോട്ട് പോയി. അതവിടെ ഇട്ട് കൊടുത്തിട്ട് താഴത്തേക്ക് ഓടി ഇറങ്ങി. 3 സ്റ്റെപ്പ് ഇറങ്ങി, ഇതെൻ്റെ ഓർമ്മയിലുള്ളൂ. കാരണം സൺഷെയ്ഡ് വരെ ഞാൻ എത്തിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ ഒരൊറ്റ സ്ലിപ്പാവില്ലായിരുന്നു കാല്. ഉരുണ്ടിട്ടൊന്നല്ല, ഡയറക്റ്റ് താഴത്തെത്തി. അടിയിലത്തെ സ്റ്റെപ്പുമ്മേ അടിച്ച് വീണു, നല്ല അടിച്ച് വീണ സ്പോട്ടിൽ എനിക്ക് ശ്വാസമൊന്നും കിട്ടുന്നില്ല. എൻ്റെ പുറത്തൊക്കെ എന്തോ പാറക്കല്ലൊക്കെ കൊടുത്ത് ഇടിച്ച ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ഒന്നിനും പറ്റണില്ല, ശബ്ദം പുറത്ത് വരുന്നില്ല, ഇരുന്നിരിപ്പുന്ന ഒന്നിനും പറ്റണില്ല. ഞാനിപ്പോൾ ചത്തുപോകുന്നുള്ളൊരു പേടി, അത്രയും വേദന. അവിടെ നിന്ന് എനിക്ക് ഒരു ശബ്ദവും വരുന്നില്ല. ആകെ വന്ന ശബ്ദം, അമ്മ എന്നെ കെടുത്തല്ലേ, എൻ്റെ മക്കൾക്ക് ആരുമില്ല, എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ കിടന്ന എനിക്കാരുമില്ല, എന്നെ കെടുത്തല്ല അമ്മേ, എന്നെ കെടുത്തല്ല അമ്മേന്ന് മാത്രം പറഞ്ഞ് അമ്മേ മാതാവേ അമ്മേ മാതാവേ എന്ന് വിളിച്ചു. 10-11 പ്രാവശ്യം വിളിച്ച് കാണും. എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റി. ഞാൻ പിന്നെ പതുക്കെ ഒന്ന് കൈയൊക്കെ കിണ്ണം താഴെയിട്ട് കൈ വരിയുമ്പോൾ പിടിക്കാൻ നോക്കി. മാതാവിനെ മാത്രം വിളിച്ച് എണീറ്റു. അപ്പോൾ എൻ്റെ മൂത്ത മകൾ സ്കൂളിൽ പോയിട്ടുണ്ട്. രണ്ടാമത്തെ മകന് 8:30 വണ്ടി വരും. അവന് ഞാൻ എല്ലാം റെഡിയാക്കി ഫ്രണ്ടിൽ ഉമ്മർത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആരുമില്ല, മമ്മിയുണ്ട്. മമ്മിയുടെ റൂമിലായിരുന്നു. ഞാനിവിടുന്ന് പതുക്കെ എണീറ്റ് നടന്ന് ബാക്കിലൂടെ അകത്ത് കയറി. അപ്പോൾ മോൻ്റെ വണ്ടി വന്നു, അവൻ കയറിപ്പോയി. ഞാൻ എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, ഞാനെന്താ ചെയ്യുക, ഹോസ്പിറ്റലിൽ പോയി എന്നെ അവിടെ അഡ്മിറ്റാവൊക്കെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യുക എന്നുള്ളൊരു പേടി. ഉടനെ തന്നെ സ്കൂളിലേക്ക് ഫോൺ വിളിച്ച് പറയാം, ഞാൻ വരുന്നില്ല, അവിടെ ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ കരുതി ഞാൻ ഫോൺ എടുക്കുകയാണ്. എനിക്ക് തീരെ വയ്യ, പുറം നല്ലോണം വേദനിക്കുന്നുണ്ട്, നടക്കാനും ആകെ വേദനയാണ്. അപ്പോൾ ഫോൺ എടുക്കണേക്കാൾ മുന്നേ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഫോൺ വിളിക്കണ്ട, മാതാവിൻ്റെ ഉപ്പ് ആദ്യം കഴിക്കുക, കാരണം തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്, നീരിറങ്ങിക്കഴിഞ്ഞാൽ വീണേൻ്റെ പുറമെ അതും കൂടി ആവുമ്പോൾ എന്താവും എന്ന് എനിക്കറിയില്ല. ഉടനെ തന്നെ ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് വായയിലിട്ടു. വിശ്വപ്രമാണം ചൊല്ലിയിട്ട് മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് അത് വായയിലിട്ടു. പറഞ്ഞു, അമ്മേ എൻ്റെ എല്ലാ നീർക്കെട്ടൊക്കെ മാറ്റിത്തരണേ, ഞാൻ കുളിക്കാൻ പോവാണ്, തല നിറച്ച എണ്ണയുണ്ട്. അങ്ങനെ ഞാൻ കുളിക്കാൻ പോയി. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ജീവൻ എന്നിലുണ്ടെങ്കിൽ ഞാൻ നാളെ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. അന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ അനുവദിക്കുമോ ഇല്ല, ഇതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ മാതാവിനോട് ഇത്രേ പറഞ്ഞുള്ളൂ, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയും, കാരണം മാതാവ് എന്നെ നടത്തും, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ഉറച്ച ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം എടുത്തിട്ടുണ്ടായിരുന്നു, കുളിമുറിയിലോട്ട് അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വിശ്വപ്രമാണം ചൊല്ലി നട്ടെല്ലുമ്പോൾ മുഴുവൻ എനിക്ക് എൻ്റെ കൈ എത്തുന്ന രീതിയിലൊക്കെ ഞാൻ എണ്ണ തേച്ചു, തണ്ടിൾക്കും എണ്ണ തേച്ചു, ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നു. എനിക്ക് പിക്നിക്കിന് പോകണ്ടെന്ന് വെക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. കാരണം തലേ ദിവസം രാത്രിയാണ് ഒരു 5-6 കുട്ടികൾ ടൂറിനുണ്ട് എന്ന് പറഞ്ഞത്. കാരണം സ്കൂൾ വിട്ട് പോകുമ്പോൾ അവർ സങ്കടം പറഞ്ഞു, ടീച്ചർ ഞങ്ങൾക്ക് വരണമെന്നുണ്ട്, പക്ഷെ അമ്മമാർ സമ്മതിക്കുന്നില്ല, വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ്, ടീച്ചറൊന്ന് വിളിച്ച് അവർ വിടുമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാൻ വെള്ളത്തിൽ അവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും, അതൊരു ഉറപ്പാണ്, നിങ്ങൾ അമ്മമാരില്ലെങ്കിലും ആ കുട്ടികളുടെ കൂടെ ഞാനുണ്ടാവും, അതിലൊരു പേടിയും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വീണ സമയത്ത് കുട്ടികൾ അവിടെ വണ്ടിയിൽ കയറൽ കഴിഞ്ഞു സ്കൂളിൽ നിന്ന്. അപ്പോൾ എനിക്ക് ആ പേരൻസിനോട് വിളിച്ച് അവരെന്നെ തലേ ദിവസമാണെങ്കിൽ വിരണ്ടാന്ന്, ഞാൻ ഉണ്ടാവില്ല എന്നെങ്കിലും എനിക്ക് പറയായിരുന്നു. ഇതെനിക്ക് അതിനും പറ്റാത്തൊരവസ്ഥയായി. ഞാൻ പറഞ്ഞു, കോണീര് അവിടെ നിന്ന് എണീപ്പിച്ച് കുളിച്ച് എന്നെ ഇവിടെ നിർത്താൻ എൻ്റെ മാതാവിന് കഴിയുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ ഞാനുണ്ടാവും. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത്, അപ്പോൾ എനിക്ക് നടക്കാൻ ആ എണ്ണ തേച്ച് തൈലം, ഉടമ്പടി തൈലം തേച്ച് കഴിഞ്ഞ ഉടനെ ആ പുറത്ത് കരിങ്കല്ല് വെച്ച ഫീലിംഗ് മാറി. അപ്പം ഞാൻ വേഗം നടന്നു തുടങ്ങി, എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി.
സെൻറ്റർ വരെ എത്തണമല്ലോ. ഞാൻ സ്കൂട്ടിമേ പോവാം. സാധനങ്ങളൊക്കെ എടുത്തിട്ട് സ്കൂട്ടിമേ കയറിയപ്പോഴാണ് എനിക്ക് വിവരം മനസ്സിലായത് ഇരിക്കാൻ പറ്റണില്ല. നടക്കാനും കുഴപ്പമില്ല, കുമ്പിടാനും കുഴപ്പമില്ല. കാരണം ഞാൻ ഡ്രസ്സ് മാറി ഇറങ്ങിയപ്പോഴാണ് മുറ്റം പകുതി വരെ അടിച്ചിട്ടുള്ളൂ. എന്തോ ധൃതിയിൽ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അയ്യോ ഇതിങ്ങനെ പകുതിയിലിട്ട് പോവാ, വേഗം ചൂലടിച്ച് ഞാൻ മുറ്റടിച്ചൊരി ഈ വീണ ഞാൻ ഇട്ടാ. അതടിച്ചു വാരി ചവറ നീക്കിയിട്ടാണ് ഞാൻ സ്കൂട്ടിമേ കയറണത്. സ്കൂട്ടിമേ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നടക്കാനും കുമ്പിടാനും കുഴപ്പമില്ല. കാരണം ഞാൻ ഡ്രസ്സ് മാറി ഇറങ്ങിയപ്പോഴാണ് മുറ്റം പകുതി വരെ അടിച്ചിട്ടുള്ളൂ. എന്തോ ധൃതിയിൽ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അയ്യോ ഇതിങ്ങനെ പകുതിയിലിട്ട് പോവാ, വേഗം ചൂലടിച്ച് ഞാൻ മുറ്റടിച്ചൊരി ഈ വീണ ഞാൻ ഇട്ടാ. അതടിച്ചു വാരി ചവറ നീക്കിയിട്ടാണ് ഞാൻ സ്കൂട്ടിമേ കയറണത്. സ്കൂട്ടിമേ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നടക്കാനും കുമ്പിടാനും പറ്റുന്നുണ്ട്, പക്ഷേ ഇരിക്കാൻ പറ്റില്ല. നിൽക്കുക അത് നമുക്ക് അമർന്നിരിക്കാൻ പറ്റണില്ല എന്ന്. അപ്പോൾ എനിക്ക് പേടിയായി. 2 മാസം മുൻപ് എൻ്റെ ചേച്ചി ബാത്റൂമിൽ ഇതുപോലെ വീണിട്ട് അവൾക്ക് ഇരിക്കാനാണ് പറ്റാതിരുന്നത്. 2 മാസം കിടപ്പായിരുന്നു, ബെഡ് റെസ്റ്റ്. ഇത്രയാണ് അവൾ ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഞാനും ചേച്ചി ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി പേടിയായി, എന്നെ അതുപോലെ കെടുത്താനാണോ ദൈവമേ, എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യും, എൻ്റെ മക്കൾക്ക് ഞാനേ ഉള്ളൂ, എൻ്റെ മോള് 10ാം ക്ലാസ്സിലാണ്. അതൊക്കെ അത് വീണ്ടും സങ്കടമായി. ഞാൻ വണ്ടിയും ഇരുന്ന് പറഞ്ഞു 10 നന്മ ഞാൻ പറയുമ്പോൾ ചെല്ലുണ്ട മാതാവേ, 10ാമത്തെ ചെല്ലുമ്പോഴേക്കും എൻ്റെ വണ്ടിയും ഇരുത്തണം. കാരണം എനിക്ക് ഇരുന്നേ പറ്റൂ, എനിക്ക് കിടക്കാൻ പറ്റില്ല. അങ്ങനെ നന്മ ഞാൻ പറയുമ്പോൾ ചെല്ലി 9 എണ്ണം ചെല്ലി ഞാൻ വണ്ടിയും ഇരിക്കണ പോലെ ഇരുന്നിട്ടാണ് പറയണത് ചെല്ലണത്. 10ാമത്തെ ചെല്ലുമ്പോഴേക്കും ഞാൻ എന്തോ ശക്തി കൊണ്ട് വണ്ടിയിലിരുന്നു. വണ്ടി ഓടിച്ചു, സെൻറ്റർ എത്തി. വണ്ടി അവിടെ പള്ളിയിൽ പാർക്ക് ചെയ്ത് തിരിച്ച് നടന്ന് വന്ന് കുരിശുപള്ളിയുടെ മുമ്പിൽ നിൽക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അവിടെ നിൽക്കുമ്പോൾ നേരെ നോക്കിയപ്പോൾ കണ്ടത് സക്രാരിയാണ്. കാരണം ഞങ്ങളുടെ പള്ളി കുറച്ച് ദൂരെയാണ് റോട്ടിൽ നിന്ന്. പക്ഷേ ഈ കുരിശുപള്ളിയിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റിയ സക്രാരിയാണ്. കാരണം ഇന്ന് പള്ളിയുടെ നടവാതിൽ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. കാരണം 9 മണിക്ക് ഒരു ശവടക്കുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നോക്കി പറഞ്ഞു, എൻ്റെ മാതാവ് ഞാൻ രാവിലെ കുർബാനയ്ക്ക് വന്നിട്ട് യാത്ര പറഞ്ഞ് വന്നതാണ്, മാതാവ് എന്നെ കൈവിടില്ല. അപ്പോൾ ആരാധന അവിടെ നടക്കുന്ന സക്രാരി കാണാമെന്നുണ്ട്. ഞാൻ വേഗം മൊബൈലിൽ നിന്ന് മറ്റേ 3-ാം ചൊവ്വ കഴിഞ്ഞ 3-ാം ചൊവ്വയുടെ ആരാധന എടുത്ത്, കാരണം വണ്ടി സ്കൂളിൽ നിന്ന് സ്റ്റാർട്ടായിട്ടുള്ളൂ. അപ്പം ഞാനിതിങ്ങനെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുക. കുറേ നേരം നിൽക്കുമ്പോഴും ഒരു വേദനയുണ്ട്, എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഇരിക്കാനല്ലേ പറ്റാത്തതുള്ളൂ. ഞാൻ ഇരിക്കില്ല, വണ്ടിയിൽ നിന്നിട്ടായാലും പോകുന്നുള്ള ചിന്തയായിരുന്നു. ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. വണ്ടി ഇവിടെ എത്താറായപ്പോൾ അത് ബാഗിലിട്ട് ഞാൻ വണ്ടിയിൽ കയറി കാര്യങ്ങൾ പറഞ്ഞ വഴിക്ക് പറഞ്ഞു. അവിടെ നിന്ന് 2ാമത്തെ സ്റ്റോപ്പ് അമല ഹോസ്പിറ്റലാണ്. ടീച്ചേഴ്സ് പറഞ്ഞു പ്രഭ വരരുത്, അമലയിൽ ഇറങ്ങിക്കോ, വീട്ടിലേക്ക് ഞങ്ങൾ വിളിച്ച് പറയാം, എൻ്റെ വീട്ടിൽ നിന്ന് ആൾ വരും. എൻ്റെ ചേച്ചിയൊക്കെ വണ്ടിയിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കോണിമെന്ന് വീണിട്ട് കുളിയും തെളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ എൻ്റെ വണ്ടിയുമ വന്നിട്ട് ഈ ബസ്സിൽ കയറാൻ എൻ്റെ മാതാവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചാലക്കുടിയിൽ വന്നിരിക്കും. അതും എൻ്റെ മാതാവ് എന്നെ നടത്തും, എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യം പറയുന്ന നേർന്നുള്ളത്. അപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ കെടുന്ന് വന്ന് സാക്ഷ്യം പറയാനല്ല, നീ വന്ന് നിന്ന് സാക്ഷ്യം പറയാനാണ് എന്നെ അനുഗ്രഹിക്കും മാതാവ്, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വണ്ടിയിൽ സീറ്റിൽ കിടന്നപ്പോൾ കുട്ടികൾ വന്ന് പറഞ്ഞു ടീച്ചറെ വായോ. അപ്പോൾ ടീച്ചർക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞു, അവർക്ക് സങ്കടമായി. ഞാൻ വന്ന് കുറച്ച് കഴിയുമ്പോൾ ടീച്ചർ എനിക്ക് വരും എന്ന് പറഞ്ഞു. അങ്ങനെ സീറ്റിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും ഫ്രണ്ടിൽ സപ്പോർട്ടൊക്കെ ചെയ്ത് കയ്യിൽ വെയിറ്റൊക്കെ കൊടുത്ത് ചാരി ഇരുന്ന് ഞാൻ 3-ാം ചൊവ്വയുടെ ആരാധനയിൽ ഇങ്ങനെ പങ്കുകൊണ്ടു. അപ്പം എൻ്റെ വേറൊരു ടീച്ചർ, എൻ്റെ ചേച്ചിയാണ്, അവളും ആരാധന അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചാലക്കുടി എത്താറായി. ആരാധനയുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിഞ്ഞു. അച്ഛൻ്റെ ടോക്ക് തുടങ്ങണേക്കാളും മുമ്പ് എനിക്ക് തോന്നി ഉള്ളിൽ നിന്ന്, എണീറ്റോ, നീ എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കണേ, ഇരുന്ന് കരയണ്ട, നീ എണീക്കേ, കുട്ടികളുടെ കൂടെ കൂട്. അപ്പം ഞാൻ വെച്ചു അത് നിർത്തി ക്ലോസ് ചെയ്ത്. അപ്പോൾ ചാലക്കുടി എത്തിയിട്ടുണ്ട്. ഞാൻ കുട്ടികളുടെ കൂടെ എണീറ്റ് കളിക്കാനൊക്കെ തുടങ്ങി. അവിടെ ഇറങ്ങി റൈഡിലൊന്നും കയറില്ല. ഞാൻ പൊതുവെ കയറാറില്ല. പക്ഷേ ഉച്ചയ്ക്ക് 1:30 തൊട്ട് 4:30 വരെ കുട്ടികളുടെ കൂടെ ഫുൾ വെള്ളത്തിലായിരുന്നു. അവരുടെ കൂടെ എങ്ങനെയൊക്കെ വെള്ളത്തിൽ കളിക്കാൻ പറ്റും അതുപോലെ. ആ സമയത്ത് എൻ്റെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു, നീ കോണിയിൽ നിന്ന് വീണു എന്ന് പറഞ്ഞത് സത്യമാണോ നോണയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സത്യമാണ്. അതിലുപരി ഏറ്റവും വലിയ സത്യം മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. അവർക്കറിയാം ഞാൻ ആലപ്പുഴയിൽ വരണതും ഉടമ്പടി വെക്കണതും ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ക്ലാസ് കേൾക്കണതൊക്കെ അവർക്കറിയാം. അപ്പോൾ അവർക്ക് തമാശയ്ക്ക് ചോദിക്കേണ്ടതാണ്, നീ ഇതുപോലെ കളിക്കണ കാണുമ്പോൾ കോണിമെന്ന് വീണതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഫുൾ ഉറപ്പിലായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു. വൈകുന്നേരം വീട്ടിലെത്തി, ഒരു 7:30 കൂടി വീട്ടിലെത്തി. ഞാൻ വീണ്ടും അമല ഹോസ്പിറ്റലിൽ പോയി. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു സാക്ഷ്യം പറയാൻ പോകുമ്പോൾ നിനക്കൊരു തെളിവ് വേണ്ട, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ ആവശ്യമുള്ള, മാതാവ് മാറ്റി തന്നതല്ലേ. അപ്പം നല്ല എക്സ്റേ എടുത്ത് നോക്ക്. അങ്ങനെ ഞാൻ അമലയിൽ ചെന്നു, കാഷ്വാലിറ്റിയിൽ പോയി.
അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്നെ ആദ്യം വഴക്ക് പറഞ്ഞു, രാവിലെ 8:30 വീണിട്ട് വൈകുന്നേരം 8:30 വരണേ എന്നുള്ളത്. അവർ എക്സ്റേ ഒക്കെ എടുത്തു, ചാച്ചും ചെരിച്ചും നട്ടെല്ലും മൊത്തം എക്സ്റേ എടുത്തു. ഒരു ചെറിയ ചിന്നൽ പോലും എൻ്റെ നട്ടെല്ലിൽ അവർക്ക് കണ്ടെത്താനായിട്ടില്ല. അവർക്കും ഒരു അത്ഭുതമായിരുന്നു, ഇത്രയും ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ അടിച്ച് വീണിട്ട് ഒരു ചെറിയ ചിന്നൽ പോലും ഇല്ലാതെ എങ്ങനെ ആയി എന്നുള്ളത്. അങ്ങനെ ഒരു അസുഖമില്ല, ചെറിയൊരു, അപ്പോൾ വീണു എന്നുള്ളതിന് തെളിവായിട്ടായിരിക്കാം ഒരു ചെറിയൊരു മസിൽ ഇങ്ങനെ സ്പ്രെയിൻ ആവില്ല, ഇത്രയും ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ ആ ഒരു നീർവീക്കമല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇരിക്കാൻ പറ്റാതിരുന്നേ? ചിന്നിട്ടാണ് എൻ്റെ ചേച്ചി ഇരിക്കാൻ പറ്റാതെ കിടുന്നത്. അപ്പം അത് വീണപ്പോഴുള്ള ഒരു തറമ്പിച്ച ഒരു സ്പ്രെയിൻ ആയതാവാം, അല്ലാതെ കുട്ടിയുടെ നട്ടലിന് ഒരു കുഴപ്പവും ഒരു ചിന്നലോ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഒരു പലവട്ടം ഞാൻ ഇന്നലെ രാത്രി സാക്ഷ്യം പറയുന്നതായിട്ടൊക്കെ മാതാവിന് മുമ്പിൽ പറഞ്ഞ് അത്രയും ഇഷ്ടം സന്തോഷം കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാവരോടും പറയുന്നത്, മാതാവ് എന്നെ അനുദിനം കയ്യിലെടുത്ത് നടക്കണ പോലെ അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഒക്കെ നമുക്ക് തോന്നും, മോളെ ഇങ്ങോട്ട് പൊക്കോ, അപ്പോൾ അതൊക്കെ നടക്കും. അതുപോലെ ഒരു സാക്ഷ്യം കൂടി പറയാനുള്ളത് എൻ്റെ മകളുടെയാണ്. എൻ്റെ മകൾ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓഗസ്റ്റിലോ ജൂലൈയിലോ ഒക്കെ എക്സാം ഉണ്ടായിരുന്നു. ആ സമയത്ത് പള്ളിയിലെ CLCയിൽ ഉണ്ടാൾ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് കുട്ടി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ വരാൻ, പക്ഷേ വരാൻ പറ്റില്ല, അവൾ ലേറ്റായിട്ടാണ് വന്നത്. പിറ്റേ ദിവസം 3 പരീക്ഷ ഉണ്ടായിരുന്നു. 2 വിഷയം പഠിച്ചു കഴിഞ്ഞു. ഒരു വിഷയത്തിൽ സോഷ്യലിലെ 4ാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടി കരച്ചിലായി. 3 പാഠം പഠിച്ചിട്ടുള്ളൂ, 4ാമത്തെ പാഠം ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു പള്ളിയിൽ നിന്നിട്ടുള്ള സാരില്ല മാതാവിൻ്റെ കാര്യം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, മാതാവിൻ്റെ പരിപാടിക്ക് ഞാൻ പോയത്, മാതാവ് എന്നെ കാത്തോളെന്ന് പറഞ്ഞു. എന്നാലും ആൾക്കുള്ളിൽ പേടിയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഉടമ്പടി ലോക്കറ്റ് അതിങ്ങനെ അലമാരി ലോക്കറിൽ വെച്ച സാധനം ആദ്യമായിട്ട് അവളുടെ കഴുത്തിലിട്ട് കൊടുത്തു, സൂക്ഷിച്ചു കെയർ ചെയ്തോളോ, പോവരുതെന്നൊക്കെ പറഞ്ഞ്. അവൾക്ക് നല്ല വിശ്വാസമാണ് മാതാവിൽ. അപ്പോൾ ഉടമ്പടി ലോക്കറ്റ് അവളുടെ കഴുത്തിലിട്ടു, ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചു, തേനും കഴിക്കാൻ കൊടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഉപ്പും കൂടി വേണമെന്ന് പറഞ്ഞു. ഉപ്പും കഴിച്ച് ആൾ പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ കഴിഞ്ഞ് വന്നാൽ എന്നോട് പറഞ്ഞു, ആദ്യം പറഞ്ഞ വാചകം തന്നെ, അമ്മ 4ാം പാഠത്തു നിന്നായിരുന്നു അധികവും ക്വസ്റ്റ്യനും വന്നത്, അതായത് അവൾ പഠിക്കാത്ത പാഠത്തുനിന്ന്. കേട്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷമമായി, ദൈവമേ കുട്ടിയുടെ വിശ്വാസം ഇതോടെ കൂടി നഷ്ടമാവോ ദൈവമേന്ന്. പക്ഷേ അടുത്ത സെൻറ്റൻസ് അവൾ പറഞ്ഞത്, ആ 4ാം പാഠത്തു നിന്ന് വന്ന എല്ലാ ക്വസ്റ്റ്യനും ഈവൻ 1 പേജിൽ എഴുതുന്ന ആൻസർ വരെ ഞാൻ എഴുതി. ഞാൻ എങ്ങനെ, എൻ്റെ മുന്നിൽ ആരോ വന്നിരുന്നേ എനിക്ക് ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ഇങ്ങനെ ഇരുന്ന് എഴുതി. ആരാ എന്താണെന്ന് എനിക്കറിയില്ല, ഒരു സ്വരം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ പരീക്ഷ എഴുതി വന്നു. ഞാൻ വണ്ടടിച്ചു പോയി. അത് കഴിഞ്ഞ് പരീക്ഷ പേപ്പർ കിട്ടി നോക്കിയപ്പോൾ ആ വിഷയത്തിൽ 40ലാം തോന്നുന്നു, ആ വിഷയത്തിൻ്റെ മാർക്ക് അവൾക്ക് ഫുള്ളാണ്. ഒരു മാർക്ക് പോലും അവൾക്ക് ആ വിഷയത്തിൽ പോയിട്ടില്ല. അതിനുശേഷം ആ ഉടമ്പടി ലോക്കറ്റ് ധരിച്ചതിന് ശേഷം എൻ്റെ മോൾക്ക് എന്തിലൊക്കെ പങ്കെടുക്കുന്നു എല്ലാറ്റിലും അവൾ ഫസ്റ്റാണ്. കലോത്സവങ്ങളും സർഗോത്സവങ്ങളും എല്ലാ മത്സരങ്ങളിലും എൻ്റെ മോൾ ഇതേവരെ ഫസ്റ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതും മാതാവ് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് ഞങ്ങളെ കരങ്ങളിൽ, എൻ്റെ കുടുംബത്തെ മുഴുവനായിട്ടും. അത് പറയാനൊരവസരം കിട്ടി.